ബാക്കിലൊരു പെൻ ഹോൾഡർ കണ്ടോ നിങ്ങൾ? അത് ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത ബോട്ടിലിന്റെ മുകൾ വശമാണ് കേട്ടോ ഇത്. എന്തോ കളയാൻ മനസ്സ് വരാത്തോണ്ട് എടുത്തു വെച്ചു. അതിപ്പോ ഏതായാലും ലാഭമായി. ഇത് വെച്ച് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്താലോ? ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്ത് ഇതിന്റെ അടിഭാഗം ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ 2 വുഡൻ സ്റ്റിക്ക് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നല്ല കട്ടിയുള്ള 2 ഈർക്കിലി എടുത്താലും മതി കേട്ടോ. ഇനി അത് 2 കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാർഡ്ബോർഡ് ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് ഒരു 5-6 എണ്ണം വെട്ടിയെടുക്കണം. ഇനി നമ്മൾ ആ മാറ്റി വെച്ച ബോട്ടിലിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പെയിന്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒട്ടിച്ച് വെച്ച ആ വുഡൻ സ്റ്റിക്ക് കൂടി ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അത് മാത്രം പോരാ, നല്ല നല്ല വാക്കുകൾ കൂടി എഴുതി ചേർത്തോളൂ. ഇനി ആ സ്റ്റിക്ക് നമുക്ക് ഈ ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് എത്ര ശ്രമിച്ചിട്ടും സ്റ്റഡിയായി നിൽക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ഫോം റോൾ പേപ്പേഴ്സ് ഇതുപോലൊന്ന് നിറച്ചു കൊടുത്തു. ഇപ്പൊ സംഭവം കുറച്ച് സെറ്റായി. ഇനി നമ്മുടെ കയ്യിലുള്ള ആ കാർഡ്ബോർഡ് പീസ് കൂടി ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. 1 2 3 4 5 6. പിന്നെ ഒരു ഭംഗിക്ക് ചെറിയൊരു പീസ് ഐസ് സ്റ്റിക്ക് കൂടി ഞാൻ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാട്ടോ ഇത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.